നമസ്കാരം. INDA സഖ്യം അമ്പെ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ ഇതുവരെയും തൃണമൂൽ കോൺഗ്രസുമായി ഒരു സമവായത്തിലെത്താനോ സഖ്യത്തിലെത്താനോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാനത്തുടനീളം ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല. പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ അവർ എത്തിയിട്ടുമുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇടവരരുത് എന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 42 ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കാൻ പോകുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ 10-11 സീറ്റുകളിൽ മാത്രമായിരിക്കും. മമതാ ബാനർജി നേരത്തെ പറഞ്ഞത് കോൺഗ്രസിന് ഞങ്ങൾ 2 സീറ്റ് മാത്രമേ തരികയുള്ളൂ എന്നായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള ചില മേഖലകളൊക്കെ പശ്ചിമ ബംഗാളിൽ ഉണ്ട്. ഇതിൽ അവർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. അതിനിടയിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് എല്ലാ സീറ്റുകളിലും മത്സരിക്കണം, ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്ന് മത്സരിക്കണം എന്നതായിരുന്നു. പക്ഷേ ഈ ഒരു തീരുമാനവും ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഇടതുപക്ഷത്തെ മാത്രം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് പോകാതെ മമതയെയും ഇടതുപക്ഷത്തെയും ഒരേ ദൂരത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു ബുദ്ധിപരമായ നീക്കം തന്നെയാണ് ബംഗാളിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ കോൺഗ്രസ് അവിടെ പിന്നോട്ട് പോകുമ്പോൾ അത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഈ തൃണമൂൽ കോൺഗ്രസിനോട് വഴക്കിടാതെ അവരോട് ഒരു പ്രശ്നത്തിന് പോകാതെ തന്നെ അവിടെ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സീറ്റുകളിൽ മാത്രം കുറച്ചെങ്കിലും സ്വാധീനമുള്ള സീറ്റുകളിൽ മാത്രം മത്സരാർത്ഥികളെ ഇറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഇത്തവണ വളരെ ബുദ്ധിപരമായൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആ സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരത്തിനില്ല എന്നുള്ള ഒരു ചിത്രം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. കാരണം അങ്ങനെ ഒരു മത്സരത്തിന് കോൺഗ്രസ് പാർട്ടി അവിടെ മുതിരുകയാണെങ്കിൽ തീർച്ചയായും BJPയുടെ ഭാഗത്തു നിന്നായിരിക്കില്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും വലിയ പ്രഹരം കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായ ഒരു നയം പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.